അങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഫ്രറ്റേണിറ്റിയിലുള്ള ഒരാളാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? അമ്മ എന്ന് പറയാൻ പോലും പറ്റില്ല. AMMA നീ മേടിച്ചോ? താരസംഘടന ഇത്ര അധികം ചീഞ്ഞ് നാറിയിട്ടുള്ള ഒരു സംഘടനയും അതിലുള്ള ചീഞ്ഞ് നാറിയ ഒരാൾക്കാരും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. മലയാള സിനിമയെയും അമ്മ സംഘടനയെയും പിടിച്ചുകുലുക്കിയ നടി അൻസിബ ഹസന്റെ വെളിപ്പെടുത്തലുകൾക്കൊടുവിൽ ലാലേട്ടന്റെ നിർണായക ഇടപെടൽ. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. താനിപ്പോൾ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തില്ലെങ്കിൽ പോലും അമ്മയ്ക്കുള്ളിൽ നടക്കുന്ന അന്യായങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ തനിക്കാവില്ലെന്ന് വ്യക്തമാക്കി സൂപ്പർ സ്റ്റാർ മോഹൻലാൽ രംഗത്തെത്തിയിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത. അല്ല പിന്നെ വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ. അമ്മ സംഘടനയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ലാലേട്ടൻ കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം. സംഘടനയ്ക്കുള്ളിൽ ഒരു സ്ത്രീക്ക് പോലും സുരക്ഷിതമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. അൻസിബ ഉന്നയിച്ച പരാതികൾ അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. അത് കേവലം ഒരു ആഭ്യന്തര പ്രശ്നമായി ഒതുക്കി തീർക്കാൻ നോക്കേണ്ട എന്നാണ് ലാലേട്ടൻ നിലപാട് എടുത്തിരിക്കുന്നത്. അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെ വേണം. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാ പിന്നെ എങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. വളരെ മോശമായി. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റുള്ളൂ. അയ്യോ അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.